पहले ही मैं केरला के एक 99 ईयर के युवा से मिला था। 99 ईयर के वो युवा है प्रसिद्ध गांधीवादी श्री वीपी अप्पू कुट्टन कोडुवाल। इन्हें भाजपा सरकार ने पद्म सम्मान देकर अपना गौरव बढ़ाया है। ഒരു വർഷം മുൻപ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഗാന്ധിയന് 100 തികഞ്ഞു. തെങ്ങിൽ കെട്ടിവെച്ച കോളാമ്പിക്ക് താഴെ വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ പ്രസംഗങ്ങൾ. ഗാന്ധിജി നട്ട പയ്യന്നൂരിലെ മാവിൻ ചുവട്ടിലിരിക്കുമ്പോൾ അപ്പുക്കുട്ട പൊതുവാളിന്റെ ഓർമ്മകളിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല. രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ കളർ, ഓരോ നിറം ഉള്ള പെട്ടികളാണ്. കോൺഗ്രസിന് മഞ്ഞപ്പെട്ടി, കമ്മ്യൂണിസ്റ്റിന് ചുവപ്പ് പെട്ടി, മുസ്ലിം ലീഗിന് പച്ചപ്പെട്ടി. ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞത്. മദ്രാസ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മഞ്ഞപ്പെട്ടിയിലിടുക, മറ്റൊന്നും നോക്കേണ്ടതില്ല. പിന്നെ ബാലറ്റ് വന്നു. വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ അടയാളപ്പെടുത്തുക, എന്നിട്ടത് മടക്കി പെട്ടിയിൽ കൊണ്ടിടുക. ആ പെട്ടി എല്ലാം ഒറ്റ പെട്ടിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്ത് പല യോഗങ്ങളിലും മൈക്ക് പോലും ഉപയോഗിച്ചിരുന്നില്ല. മൈക്ക് എന്നൊരു ആഡംബര വസ്തുവായിരുന്നു. അതിൽ പറയും യോഗത്തിൽ മൈക്ക് ഉണ്ടായിരിക്കും, അതൊരു വിശേഷമാണ്. നോട്ടീസിലും കാണും യോഗത്തിൽ മൈക്ക് ഉണ്ടായിരിക്കും. ഇന്നത്തെ മാതിരി അത്ര സ്പർദ്ധ, പാർട്ടികൾ തമ്മിലുള്ള വിരോധം, മത്സരം, ബുദ്ധി, ഇതൊന്നും അത്ര അങ്ങനെ കാണാനുണ്ടായിട്ടില്ല. 1934 പയ്യന്നൂരിലെത്തിയ ഗാന്ധിജിയെ നേരിൽ കണ്ട അപ്പുക്കുട്ട പൊതുവാളിന്റെ പിന്നീടുള്ള ജീവിതം ഗാന്ധി മാർഗത്തിലായിരുന്നു. വ്യക്തിജീവിതത്തിലും അതേ ശൈലി ഇപ്പോഴും തുടരുന്നതാണ് 100 തികഞ്ഞ ഗാന്ധിയന്റെ ആരോഗ്യ രഹസ്യം. 100 കഴിഞ്ഞു, 4 മാസമായി. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ. പിന്നെ ചായ, കാപ്പി അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. പാല്, പഞ്ചസാര അതും ഇല്ല, ഉപയോഗിക്കാറില്ല എന്ന് പറയാം. അങ്ങനെ കാര്യമായ ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല. പ്രഷർ, ഷുഗർ അങ്ങനെയൊക്കെ പറയുന്നു. പയ്യന്നൂരിലെ വീട്ടിൽ മക്കൾക്കൊപ്പം കഴിയുന്ന അപ്പുക്കുട്ട പൊതുവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴും രാഷ്ട്രീയത്തിൽ ഗാന്ധിജിയുടെ ദർശനങ്ങൾക്ക് പഴയ ഊർജമില്ലെന്ന പരിഭവം ഈ മനസ്സിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.